നിനക്ക് ഉറങ്ങണ്ടേ പെണ്ണെ? 11 മണിയായി. നാളെ കുടുംബശ്രീക്കാരൊക്കെ നീല കളർ സാരി എന്നാ പറഞ്ഞേ. ഞാൻ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നാളെ പാർട്ടിക്ക് ഇടാൻ വെച്ചിരുന്ന വയലറ്റ് കളർ സാരി ഇല്ലേ, അതേ ഉടുക്കും. എല്ലാവരും ഒന്ന് ഞെട്ടും. ഞാൻ കല്യാണ പെണ്ണിന്റെ അമ്മയല്ലേ. എന്താടി നിനക്കൊരു സന്തോഷമില്ലാത്ത? ഞാനിങ്ങനെ പറയുന്നൊന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? നിനക്ക് എന്താടി വയ്യേ? ക്ഷീണം കൊണ്ടാവും. ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ എണീക്കണ്ടല്ലേ? ആ, ഒരാളെ വെപ്പുകാർക്കുള്ള കാശും ചോദിച്ചു വന്നിരുന്നു. അത് പറയാൻ വന്നപ്പോഴാ മേലെപ്പുറത്തുകാർ സ്വന്തം കാണാൻ വന്നത്. എന്റെ ഈശ്വര, ആ സുഭദ്ര പറയാണേ അവളുടെ കല്യാണത്തിന് 3 പവനാത്രേ കൊടുത്തു വന്നു. കൊടുത്തോ പാചകക്കാർക്ക്. ആ, നീ കിടക്കാൻ നോക്കട്ടാ. മോനെ കുഞ്ഞിനെ കണ്ടോ? ഈ ശൂന്യാരം പിടിച്ചവൻ എവിടെ പോയി കിടക്കണോ? കുഞ്ഞാ കുഞ്ഞാ, ഈ ചെക്കൻ കുഞ്ഞിനെ കണ്ട? കളിക്കല്ലട്ടാ. മുപ്പത്തൊന്ന് റൺസ്. അപ്പൊ നമ്മുടെ അർച്ചന ബാറ്റ് ചെയ്യാൻ ഇറങ്ങി. എന്നിട്ടെന്ത് 2 ഓവറിൽ കളി അങ്ങനെ ജയിച്ചു. അർച്ചന 31 നോട്ട് ഔട്ട്. ആ അർച്ചനെ, ഇപ്പഴാ ഞങ്ങൾ വിവരം അറിഞ്ഞ്. അവരുടെ കല്യാണം കഴിഞ്ഞു. നന്നായി. അല്ല അർച്ചന, നീ ഞാനും ഒളിച്ചോടാൻ പോവാ. വേറെന്താ ചെയ്യാ? അർച്ചനെ, നിന്റെ അവസ്ഥ എനിക്കും പ്രവീണയ്ക്കും മനസ്സിലാവും. പക്ഷെ ആ നാരി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. നീ വീട്ടിൽ പറഞ്ഞായിരുന്നോ? പറയാൻ പറ്റിയ സന്തോഷ വാർത്തയാണല്ലോ. അയ്യോ, ഇതുവരെ പറഞ്ഞില്ലേ? എന്നാ ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം. നിങ്ങൾ ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ ഇത് അറിയിക്കരുത്. അല്ല, ഇനിയിപ്പോ നീ എന്താ ചെയ്യാൻ പോകുന്നേ? വീട്ടിൽ അറിയിക്കരുത്, അത്രേ ഉള്ളൂ. എന്താ കുപ്പി എടുത്തണ്ട കൊടുക്ക്. ബാബാട്ടൊന്ന് പറഞ്ഞാ മനസ്സിലാവും. കുപ്പി പൊട്ടി നോക്ക്. എങ്ങനെടാ പൊട്ടുണ്ട്? നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്ത? അവിടെ ഓടി വരുമ്പോഴാണ്. നീ സാധനം ഇവിടെ വെച്ചിട്ട് നീ കൊടുക്ക്. കൊടുത്ത പ്രശ്നം കഴിഞ്ഞില്ലേ? നീ സാധനം തിരിച്ചു കൊടുക്കും. തമാശ കളിക്കല്ലടാ. ഞാൻ പറഞ്ഞ കുപ്പി പൊട്ടി. നിനക്ക് എന്താ വിശ്വാസമില്ലേ? എടാ പിന്നാലെ എന്തോ വന്നറ ഓട്ടിച്ചിട്ട്. ഒന്നുമില്ലാന്ന്. ഈ വയസ്സാം കാലത്ത് കപ്പി കിട്ടില്ല കുപ്പി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കഷ്ടമോ. എടാ ഷിബു, പ്രശ്നം എന്താടാ? ഒന്നും നോമ, ഒരു പ്രശ്നമില്ല. ഇവിടെ കൂടി നിൽക്കാതെ നിങ്ങളെല്ലാരും അകത്ത് കേറി പോന്ന്. ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇവര് പോണില്ലാവോ? ഇവന്മാര് കുപ്പി കിട്ടാതെ പോലെന്നാ പറയണത്. ഹലോ, എപ്പോ?
എന്തരാ ഒന്നുമില്ല. എന്തരാ ശിബു? ചേച്ചി കുഞ്ഞിനെ കണ്ട ഇല്ല ഈ ശൂന്യാരം പിടിച്ചവൻ എവിടെ പോയി കിടക്കുവാണോ എന്തോ. എന്തിനാ നീ ഇത്രയും വൈകിയത്? ആ ബെസ്റ്റ്. കുതിരാൻ ലെന്ത് മുടിഞ്ഞ ബ്ലോക്കാണ്. ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ഇത്ര ബുദ്ധിമുട്ടില്ല. കളറാണല്ലോ. ആ സതീശ. അമ്മായി ആ നീ വല്ലതും കഴിച്ചായിരുന്നോ? കഴിക്കണതിന് മുമ്പ് വേറെ എന്തൊക്കെ പരിപാടികളുണ്ട്. ഇതാ ഈ കവർ. അർച്ചന എവിടെ? അകത്തുണ്ട്. ഹായ്. ഇതെന്ത് കോലോടി. ഇതകത്തേക്ക് വെച്ചോ. എന്റെ കുറച്ച് അലക്കാത്ത തുണി അവിടെ എവിടെയെങ്കിലും വെച്ചേക്ക്. പിടിക്കേ. നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ കെട്ടിന് കൊടുത്തേക്ക്. പഴയ കാമുകൻ തന്നാന്ന് പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്. ഇടി അർച്ചനെ, നിന്റെ കല്യാണം കഴിയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. എൻ്റെ സ്വഭാവം കൊണ്ടാന്ന് എനിക്കറിയാം. എന്നാലും നല്ല വിഷമമുണ്ട്. സത്യം. അപ്പൊ ശരി. ബഹളമില്ലാണ്ട് പാട്. ബഹളമില്ലാണ്ട് പാടിയ ഒരു സാധനം തരാം. മോളെ അച്ഛാ. ഇരുന്നു. മോൾ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചു. എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക്? ഏയ് ഇല്ല അച്ഛാ. എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ? അല്ല, എനിക്കങ്ങനെ തോന്നി. നിനക്കെന്തോ വിഷമമുള്ള പോലെ. എന്തുണ്ടെങ്കിലും പറ. ഒന്നുമില്ല, വെറുതെ ഞാൻ ഇവിടൊക്കെ വിട്ടുപോകാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നീയാണ് ഇതുവരെ നിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കിയത്. എൻ്റെ അസുഖം കാരണം ഇതുവരെ അച്ഛനും മോളെ സഹായിക്കാൻ പറ്റിയിട്ടില്ല. ഈ വീട് പുതുക്കി പണിതത്, നിന്റെ കല്യാണം എല്ലാം നീ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? പറയേ. ഒന്നുമില്ല. അല്ലെങ്കിലും നീ ആരെയും ഒന്നും അറിയിക്കാറില്ലല്ലോ. അയ്യോ, അച്ഛൻ ഫോണിലാണ് ഇരുന്നേ. അല്ല, ഫോണിന് എന്തെങ്കിലും ആയോ മോളെ? ആ, ആരെ ഈ സമയത്ത് വിളിക്കുന്നേ? പ്രസാദേട്ടനാച്ചാ. ആ, സംസാരിക്കേ. ഞാനെന്നാ പോയി കിടക്കട്ടെ. മോളും വേഗം കിടന്നോ. നാളെ രാവിലെ നേരത്തെ എണീക്കേണ്ടതല്ലേ? ഹലോ. ഹലോ അർച്ചന, പ്രസാദാണ്. ഹലോ ഹലോ. എടോ, തനിക്കെന്നുള്ള ദേഷ്യത്തിൻ്റെ ലെവൽ എനിക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഞാൻ ചെയ്തത് തെറ്റിത്തരമാണ്. ഇത് പറയാനാണ് ഇപ്പോൾ വിളിച്ചേ? അല്ല, തൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. തനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഞാൻ വേണമെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാം. വേണ്ട. അർച്ചന പറഞ്ഞാൽ മനസ്സിലാക്കി. അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി.
നാളെ കുടുംബശ്രീക്കാരൊക്കെ നീലത്തിൽ മങ്ങുന്നാണല്ലോ കേട്ടത്. ഓ പിന്നെ ഞാൻ നാളെ നമ്മുടെ കല്യാണ സാരി എടുക്കുള്ളൂ, വയലറ്റ്. എല്ലാരും നീല, ഞാൻ വയലറ്റ്. എങ്ങനെയുണ്ട് ചേട്ടാ? നാളെ നീല വേണോ വയലറ്റ് വേണോ? നീയൊക്കെ നാളെ നീലക്കുറിഞ്ഞല്ലേ? ഞാൻ നാളെ വാടാമല്ല. ഓ തിരുതിരാ ദേവി വഴികാട്ട്. എന്നാലും എന്റെ സുമിത്രേ, നീ ആടി മോളെ ബുദ്ധിര. ആടാ കൊള്ള തൊള്ള അത് കൊണ്ടുമില്ല. എനിക്കറിയാലോ.